ഇതെന്താ ഇപ്പോൾ A4 ഷീറ്റൊക്കെ ആയിട്ടെന്നല്ലേ? ഒന്നുമില്ല, നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു ചേച്ചി പിക്സൽ ആർട്ട് ചെയ്യാവോന്ന്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, എന്നാൽ പിന്നെ ചെയ്തേക്കാം. അപ്പോൾ തന്നെ ഞാൻ റെഫറൻസ് എടുത്തു. അപ്പോൾ കുറേ ക്യൂട്ട് ഐറ്റംസ് ആണ് ഞാൻ കണ്ടത്. ബോ, അതുപോലെ പാവക്കുട്ടി, പിന്നെ കുറേ സാധനങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു സ്പൈഡറിനെ നമുക്കങ്ങ് പെരുത്ത് ഇഷ്ടമായി. പക്ഷേ ഇത് കുറേ പേര് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ പിന്നെ വെറൈറ്റി പിടിക്കാമെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഞാൻ ചെന്ന് പെട്ടത് ഈ ഒരു സ്പൈഡറിലേക്കാണ്. ഇത് പിന്നെ ആരും ചെയ്തിട്ടില്ലല്ലോ അല്ലേ. വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ ഇതിന് ഗ്രിഡ് പേപ്പർ വേണമല്ലോ എന്ന് അറിയുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, സാധനം കയ്യിലില്ല. പിന്നെ സ്കെയിലെടുത്തു, പെൻസിലെടുത്ത് വരങ്ങ് തുടങ്ങി. വേറെ രക്ഷയില്ലല്ലോ. ഇത് ഞാൻ എടുത്തത് 1/2 സെൻറ്റിമീറ്റർ വീതം വെച്ചിട്ടുള്ള സ്ക്വയർ ഗ്രിഡ് ലൈൻസ് ആട്ടോ ഞാൻ വരച്ചത്. അപ്പോൾ അത് ഔട്ടർ ലെയർ ഒക്കെ സ്പൈഡറിൻ്റെ അടിപൊളിയായിട്ട് സെറ്റാക്കി എടുത്തു. തുടങ്ങിയപ്പോൾ തന്നെ അതേ പെന്ന് ലീക്ക് അടിച്ചിട്ടുണ്ട്, ജെൽ പെന്ന്. അപ്പോൾ ആകെയുള്ള പെന്നും ലീക്ക് അടിച്ചു. പിന്നെ പിറ്റേ ദിവസത്തേക്ക് ഞാൻ മാറ്റി വെച്ചു. ജെൽ പെന്നൊക്കെ വാങ്ങിച്ച് സെറ്റാക്കിയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തു തുടങ്ങിയത്. പിന്നെ ബ്ലാക്ക് ഫുൾ അടിച്ചു, പിന്നെ റെഡ് ഫുൾ അടിച്ചു. പിന്നെന്താണ്, ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കേട്ടോ. കാരണം കുറേ പേരൊക്കെ മറ്റേ സ്കെച്ച് പെന്നൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കഷ്ടപ്പാട്. നമുക്ക് പിന്നെ വളഞ്ഞ വഴിയൊക്കെയല്ലേ ഇഷ്ടം. പക്ഷെ വളഞ്ഞ വഴിയായാലും അവസാനത്തെ ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു സാധനം വോളിൽ ഒട്ടിക്കാമെന്ന്. അപ്പോൾ ഒരു ഫ്രെയിമും കൂടി നാളെ സെറ്റാക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാം. ടാറ്റാ.